ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് രാവിലെയോ ഉച്ചക്കോ രാത്രിയോ നമുക്ക് കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് പച്ചരി കുതിർത്തിയെടുത്തതാണ്. ഇത് 8 മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം. ഞാനിത് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് ഇപ്പോൾ രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 10-12 മണിക്കൂർ കുതിർന്നിട്ടുണ്ട്. കുതിർത്തിയ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തിയ വെള്ളം ഊറ്റി മാറ്റിയത് ഇതിലേക്ക് ഇനി എത്രമാത്രം വെള്ളം ആവശ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അരിയുടെ വെള്ളം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഒട്ടും വെള്ളമില്ലാതെയാണ് ഇതിലേക്ക് കുതിർത്തിയ അരി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഞാനൊരു മെഷറിംഗ് കപ്പിൽ എടുത്തിരിക്കുകയാണ്. ഇതിൽ കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നന്നായി അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ പച്ചരിയും തേങ്ങയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ വേവിച്ച ചോറ്, 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗർ ഉപയോഗിക്കാം. ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്നൊന്നുമില്ല. 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ സ്റ്റീവിയ ഷുഗർ ചേർത്ത് കുഴപ്പമില്ലാതെ കഴിക്കാവുന്നതാണ്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 കപ്പ് മാത്രമാണ് പച്ചരി ഉള്ളത്, അതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തത് കേട്ടോ. ഇനി 1/2 കപ്പ് വെള്ളം മെഷറിംഗ് കപ്പിൽ എടുത്തിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ എത്രമാത്രം വെള്ളം ചേർക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ ബാക്കി വെച്ചിരുന്ന വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് 1/2 കപ്പ് വെള്ളം വീതം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് 1 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കാം. നന്നായിട്ട് പൊങ്ങിക്കിട്ടണം. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനൊരു പാൻ ഇവിടെ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ്, അതിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനൊരു മീഡിയം സവാള നല്ല പൊടിയായി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മിൻസ്ഡ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം മിൻസ്ഡ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതലും ചേർക്കാം. ചിക്കൻ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ഇതിനോടൊപ്പം തന്നെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളിയുടെ നനവിൽ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും. തക്കാളിയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് കുത്തി ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് ലോ ടു മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി,
1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുക. ഈ ചേരുവയെല്ലാം വളരെ കുറച്ചായതുകൊണ്ട് മസാലപ്പൊടികൾ ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന ചേരുവയുടെ അളവനുസരിച്ച് ഈ മസാലപ്പൊടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കാതെയാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഈ മസാലയുമായി മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങിന് വേണ്ട ഉപ്പ് നമുക്കിപ്പോൾ ഈ സമയത്ത് ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ പൊടിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അവസാനം നമ്മൾ തേച്ച് വഴക്കുമ്പോൾ പോരാത്തതും കൂടി നമുക്ക് ഉടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. പാനിൽ തന്നെ ഇരുന്നാൽ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടില്ല. ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ ഇത് നമുക്ക് വേഗത്തിൽ തണുത്ത് കിട്ടും. ഇപ്പം ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി വെക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാനതെല്ലാം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ബാറ്റർ നമ്മൾ അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ബാറ്റർ എത്രത്തോളം പൊങ്ങിയെന്ന് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിതിപ്പോൾ തുറക്കുന്നത്. ഇപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി വെച്ചിരുന്നാൽ ഇത് പുറത്തേക്ക് പൊങ്ങി പോകുമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് സമയത്തിന് നമ്മളെടുത്തത് കൊണ്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന ബാറ്റർ തന്നെയാണ് കേട്ടോ ഇതും. നിങ്ങൾ പാലപ്പത്തിന് വേണമെങ്കിലും ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കിയാൽ മതിയാകും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കുഴിയപ്പച്ചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു കുഴിയപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുഴിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ കുഴികളിലും പിന്നെ സൈഡിലും ഒന്ന് ബ്രഷ് കൊണ്ട് പുരട്ടണം. അതിനുശേഷം ഒരു കുഴിയിൽ ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിക്കാം. അതിന് നടുവിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും വെച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ അരികിലെ കുഴികളിലാണ് ആദ്യം ഒഴിക്കേണ്ടത്. അരികു ഭാഗത്ത് ചൂട് കുറവായിരിക്കും. അതുകൊണ്ട് അരികു ഭാഗം ആദ്യം ഫില്ല് ചെയ്യുക. നടുവിൽ നല്ല ചൂടുണ്ടാകും. അതുകൊണ്ട് നടുവിൽ അവസാനം ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് 4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പം 4 മിനിറ്റിന് ശേഷം സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാകും. മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഒഴിക്കുമ്പോൾ എപ്പോഴും അരികിൽ നിന്ന് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. നടുവിലെ കുഴിയിൽ ആദ്യം ഒഴിച്ചാൽ അത് പെട്ടെന്ന് ചൂടേറി അത് ആദ്യമേ റെഡിയാകും. അപ്പോൾ പിന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അരികിലെ കുഴികളിൽ ആദ്യം ഒഴിക്കുന്നത് കൊണ്ട് എല്ലാം ഒപ്പം റെഡിയാകും. ഇപ്പോൾ ആ സ്നാക്കെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം. പിന്നെ വേണമെങ്കിൽ ചായയുടെ കൂടെ വൈകുന്നേരങ്ങളിലും കഴിക്കാനും നല്ലതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. എത്ര കഴിച്ചാലും മതിയാവില്ല. നമുക്ക് കഴിക്കും തോറും ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. പാത്രം പെട്ടെന്ന് കാലിയാകും. നമുക്കിത് വേറെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. ഓരോന്ന് വീതം നമുക്ക് വേണമെങ്കിൽ വായിലിട്ട് ചവച്ച് കഴിക്കാം. സോഫ്റ്റാണ്, യമ്മിയാണ്.
നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ഫില്ലിങ് നമുക്ക് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ബാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വെറൈറ്റി റെസിപ്പീസ്.